കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന അനി രാവിലെ നടക്കാനായിട്ട് പോവാണ്. അപ്പൊ നടക്കാൻ പോയി കുറെ ദൂരം അവിടെ നടന്നു കഴിഞ്ഞിട്ടും നന്ദുവിനെ കാണുന്നില്ല. ഇവളെന്താ രാവിലെ നടക്കാനൊന്നും വരാത്തെ? സാധാരണഗതി രാവിലെ വരുന്നതാണ് എക്സസൈസ് ചെയ്യാനായിട്ട്. ഇന്ന് കണ്ടുമില്ല. ഓ, ഇനിയിപ്പോ വരത്തില്ലായിരിക്കും, പോയേക്കാന്നോർത്ത് പോകാൻ തുടങ്ങുമ്പോഴാണ് നന്ദു അങ്ങോട്ട് വരുന്ന ആ കാഴ്ച കണ്ടേ. അത് കണ്ടതും എനിക്ക് സന്തോഷമായി. നന്ദു പതുക്കെ അങ്ങോട്ട് നടന്നു വരുമായിരുന്നു ഇങ്ങോട്ട്. അനിയെ കണ്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുക. പെട്ടെന്ന് അനി അങ്ങോട്ട് ചെന്നു. ഞാനോർത്തു നീ ഇനി വരില്ല എന്ന് കരുതി ഞാൻ പോകാനായിട്ട് തുടങ്ങുമായിരുന്നു. എന്താ അനി, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. നീ എന്താ ഇപ്പം വരാത്ത, നടക്കാനൊന്നും വരാത്തെ? ഒന്നുമില്ല. എന്തേലും പ്രശ്നമുണ്ടോ നന്ദു? ഒരു പ്രശ്നമില്ല. എന്നാ എനിക്ക് കുറച്ച് കാര്യങ്ങളും സംസാരിക്കണ്ട, വാന്ന് പറയണേ. വേണ്ട അനി, അനി പൊക്കോളാൻ പറയണം. എന്താ നന്ദു ഇത്? എനിക്ക് പറയാനുള്ള കാര്യം കേൾക്കണ്ടേ? വേണ്ട, അനി പറയാനുള്ള കാര്യമൊന്നും എനിക്ക് കേൾക്കണ്ട. അതെന്താ കേൾക്കണ്ടാത്ത? അല്ല, ഇനിയിപ്പൊ എനിക്ക് പറയാനുള്ള എന്താ എന്നാ പെട്ടെന്ന് പറയാന്ന് പറയണേ. നിനക്കറിയത്തില്ല എനിക്ക് പറയാനുള്ള എന്താന്ന്. എനിക്കെങ്ങനെ അറിയാൻ പറ്റും എനിക്ക് എന്താ പറയാനുള്ളതെന്ന്? എനിക്കറിയാൻ പറ്റില്ല. ദേ നന്ദു, നീ കള്ളം പറയില്ല കേട്ടോ എന്ന് പറയാ. കള്ളവല്ല പറഞ്ഞേ, എനിക്ക് എന്താ പറയാനുള്ളതെന്ന് പറ എന്ന് പറയണേ. ഈ സമയത്ത് നോക്കിയപ്പോഴാണ് അനാമിക ഇങ്ങോട്ട് വരുന്നുണ്ട്. ദേ അനാമിക വരുന്നുണ്ട്. ഇനിയിപ്പൊ എനിക്ക് പറയാനുള്ളതൊക്കെ അനാമികയോട് പറഞ്ഞു. നന്ദു നീ എന്താ? ദേ അനാമിക വരുന്നുണ്ട്, ഇനിയിപ്പൊ അടുത്ത പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയണേ. ഈ സമയം അനാമിക അങ്ങോട്ട് വന്ന് നന്ദു അനിയോട് ചോദിച്ചു. ഓഹോ, അപ്പൊ ഞാൻ വിളിച്ചിട്ട് നീ ഫോൺ എടുത്തില്ലല്ലേ? എനിക്കറിയായിരുന്നു നീ ഇവിടെ കാണുന്നു. നീ മാത്രമല്ല ഇവളും കാണുമെന്നറിയായിരുന്നു. രണ്ടുപേരും കൂടെ അപ്പം രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങിയല്ലേന്ന് ചോദിക്കുക. അനി പറഞ്ഞു, അതെ ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ നന്ദുവിനെ കണ്ടില്ല. ഇപ്പോഴവള് വന്നെന്ന്. പിന്നെ ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത എന്താ നീ? ഇവളുടെ കൂടെ നടക്കാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ? ഇവളുടെ കറങ്ങാൻ പറ്റത്തില്ലോ നിനക്ക്, അതുകൊണ്ടല്ലേ നീ ഫോൺ എടുക്കാത്തെ? അല്ല, നിനക്ക് നടക്കാൻ ഇറങ്ങണമെങ്കിൽ എന്നെ വിളിച്ചാൽ പോരെ, ഞാൻ കൂട്ടുവരില്ലേന്ന് ചോദിക്കാം. പെട്ടെന്ന് നന്ദു പറഞ്ഞു, ഞാൻ അപ്രതീക്ഷിതമായിട്ട് അനിനെ ഇവിടെ വെച്ച് കണ്ടത്, അല്ലാതെ അനിയുടെ കൂടെ ഒക്കെ പറഞ്ഞൊന്നും വിചാരിച്ച് വന്നതല്ല. ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ. രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് വരുന്ന. ദേ ഒരു കാര്യം പറഞ്ഞേക്കാട്ടോ അനി, എനിക്കൊന്നും ഇഷ്ടമില്ല എന്നുള്ള കാര്യം നിനക്കറിയാലോ. അനി പെട്ടെന്ന് പറഞ്ഞു, ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്നാ പറയണേ? ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ? ഒരു കാര്യം പറഞ്ഞേക്കാം, മുമ്പ് നിന്നോട് പലവട്ടം ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതാ. പെട്ടെന്ന് നന്ദു പറഞ്ഞു, നിങ്ങൾ എന്നെ സംസാരിച്ചിരിക്കുക, ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് പോവാണ്. അനി പറഞ്ഞു, നീ എന്തൊക്കെയാ അനാമിക പറയണേ? ഓ, അവള് പോയത് കണ്ടില്ലേ? ഓ, അവള് പോയപ്പോ നിനക്ക് ദേഷ്യമോ സങ്കടം ആയില്ലേന്ന് ചോദിക്കണേ. പിന്നെ അവള് പോകും, പിന്നെ എനിക്ക് സങ്കടം ആവാതിരിക്കുവോ? ശരിക്കും സങ്കടം ആയെന്ന് പറയാ. ഇപ്പോഴും അങ്ങനെ വരട്ടെ കാര്യങ്ങളൊക്കെ. ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത്? പലവട്ടം നിന്നോട് പറഞ്ഞു അവളുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ എനിക്ക് ഇഷ്ടമില്ലാന്ന്. ഓഹോ, അല്ല നിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ പോവാന്നും പറഞ്ഞ എനിക്ക് അവളുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഉപേക്ഷിക്കണം, ഉപേക്ഷിച്ചേ പറ്റുള്ളൂ. എന്റെ മനസ്സിൽ അവളൊരു കരടായിട്ട് കയറിയിട്ടുണ്ട്. ഇനി ഒരു കാരണവശാലും അവളും അനിയും കൂടെ ഒരുമിച്ച് കാണുന്ന എനിക്ക് ഇഷ്ടമില്ല. ഇത് ഞാൻ മുമ്പ് അനിയോട് പറഞ്ഞിട്ടുള്ള. പിന്നെ ഞാൻ അവള് നിന്റോടൊപ്പം ഉണ്ടെങ്കിൽ എന്നേക്കാൾ പ്രാധാന്യം നന്ദുവിനായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അവള് നിന്നോടൊപ്പം വേണ്ടാന്ന് പറഞ്ഞേ. എനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അനി പറഞ്ഞു, അനാമികെ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ വിവാഹം കഴിച്ചതും വെച്ചോണ്ട് എന്റെ ഫ്രണ്ട്സിനെ എനിക്ക് ഇല്ലാതാക്കാൻ പറ്റുമെന്ന്. അതിന് എല്ലാ ഫ്രണ്ട്സിനെയും ഇല്ലാതാക്കണം ഞാൻ പറഞ്ഞല്ലോ. നന്ദുവിന്റെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളൂ. എന്റെ തീരുമാനം ഉറച്ചത് തന്നെയാ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിനക്ക് വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പറയാൻ പാടില്ലായിരുന്നോ എനിക്ക് വിവാഹം വേണ്ടെന്ന്? പിന്നെന്താ, വിവാഹം ഉറപ്പിച്ച് ഇത്രയും കാര്യമായപ്പോഴാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്? കല്യാണക്കുറി അടുപ്പിക്കാൻ തുടങ്ങി, വിളികളൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നല്. അനാമിക, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നീയുമായിട്ടൊരു ജീവിതത്തിന് ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ നന്ദുവിനെ എനിക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. ഓ, അപ്പൊ എന്നെക്കാളും പ്രധാനം അവൾ അതിനൊക്കെ ജീവിതത്തിലില്ലേ? കാണിച്ചുതരാം. അന്നൊരു കാര്യം ചെയ്യാം, ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നിട്ട് നിന്റെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും അച്ഛനോടും അമ്മയോടും എല്ലാം ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണ്ടേ? ഓ, അപ്പൊ ബ്ലാക്ക് മെയിൽ ചെയ്യുമല്ലേ നന്ദുവിനെ വെച്ച്? ബ്ലാക്ക് മെയിലായിന്ന് കൂട്ടിക്കോ, എനിക്ക് എന്റെ ജീവിതം നോക്കിയല്ലേ പറ്റുള്ളൂ. ഈ സമയം അനി പറഞ്ഞു, എനിക്ക് എന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷകളുണ്ട് അനാമിക. നല്ലൊരു കുടുംബജീവിതം നയിക്കണം തന്നെ എന്റെ ആഗ്രഹം. പക്ഷേങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബജീവിതം അതേ കാലം മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമില്ലെന്ന് പറയാം. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, നീ പറ, നമുക്ക് അവരുടെ ഒഴിവാണ് നീ പറയണം. പെട്ടെന്ന് അനി പറഞ്ഞു, എനിക്കിനി കൂടുതൽ സംസാരിക്കാനില്ല. പക്ഷെ നീ എന്തൊക്കെ പറഞ്ഞാലും വിവാഹം കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, നന്ദുവിന്റെ എന്റെ ജീവിതത്തിന് ഞാൻ ഒഴിവാക്കില്ലെന്ന് പറഞ്ഞിരുന്ന അനി അങ്ങോട്ട് പോവാണ്. ഇത് കേട്ടത് എന്ത് ചെയ്യണമെന്ന് പറയാൻ സമനില തെറ്റി അനാമിക നിൽക്കുകയാണ്. പിന്നീട് അനാമിക നേരെ വിളിക്കുന്ന കനകേനെ വിളിക്കുന്നത്. കനകേനെ വിളിച്ച്, ഇത് അനാമികയല്ല വിളിക്കണമെന്ന് കോൾ എടുക്കുക. എന്താ മോളെ വിളിച്ചേ? ആന്റി, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ. എന്ത് കാര്യം മോളെ? ആന്റിയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ, മുമ്പ് ഞാൻ വിളിച്ചു പറഞ്ഞല്ലേ നന്ദുവിനെ ശ്രദ്ധിച്ചോണെന്ന്. ഇപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ നന്ദുവും
അനിയും കൂടെ രാവിലെ തന്നെ രണ്ടുപേരും കൂടെ നടക്കാൻ ഇറങ്ങിയേക്കുന്നു. എപ്പം നോക്കിയാലും അവർ രണ്ടുപേരും ഒരുമിച്ചാ. എന്തേ, ഇത് മുമ്പ് ഞാൻ വാൺ ചെയ്തല്ല കാര്യമല്ലേ ആന്റി? ആന്റി എന്നിട്ട് ആന്റിയുടെ മോളോട് പറഞ്ഞില്ലെന്ന് ചോദിക്കാം. അല്ല അത് മോളെ, നന്ദോട്ടിനിപ്പോ അങ്ങനെയല്ലേ, പഴയ പോലെ ഒന്നും അല്ല. അനിമോനെ കാണുവോ അല്ലെങ്കിൽ അനിമോനെ ഫോൺ ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ ആന്റിയോട് ആരാ പറഞ്ഞത്? ഓ, അപ്പൊ ഞാൻ കൺമുന്നിൽ കണ്ട കാര്യങ്ങളൊക്കെ കള്ളത്തരങ്ങളല്ലേ? എന്റെ കൺമുന്നിൽ കണ്ട് എനിക്ക് വിശ്വസിക്കാതിരിക്കണോ അല്ലേ ആന്റിന്ന് ചോദിക്കാം. അത് മോളെ, ഞാൻ കൂടുതലൊന്നും പറയണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞങ്ങൾ തമ്മിലുള്ള വിവാഹ ജീവിതത്തിലേക്ക് ഒരു കാരണവശാലും നന്ദു വരാൻ പാടില്ല. ഞങ്ങളുടെ കുടുംബം തകരുന്നതിന് അത് കാരണമാവും. ആന്റിക്കറിയാലോ, ഞാനൊരു സാധാരണ പെൺകുട്ടിയാ. എന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ വേറെ ആരും നോക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അതുപോലെ തന്നെ അനി എന്റെ ജീവിതത്തിലേക്ക് വരാൻ പോവാ. അപ്പൊ അനിയുടെ ജീവിതത്തിൽ നന്ദു ഒരു കാരണവശാലും ഉണ്ടായിക്കൂടാ. ഇനി ഇത് ഞാൻ വിളിച്ചു പറയില്ല. ആന്റിക്കറിയാലോ, ആന്റിയുടെ മോളെ പറഞ്ഞു നിർത്തേണ്ട കടമ ആന്റിക്കുണ്ട്. ഇനിയും നന്ദു അങ്ങനെയാ അനിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പല തീരുമാനങ്ങളും എടുക്കേണ്ട വരും. പറഞ്ഞു കേട്ടുള്ളൂ എന്ന് പറയണേ. അത് ശരി മോളെ, ഇനി ഞാൻ വെച്ചേക്കുക. മോൾ ഇനിയൊന്നും പറയണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇനി ഒരു കാരണവശാലും നന്ദു അനിയനെ കാണാനോ സംസാരിക്കാനോ ഒന്നും വരത്തില്ല. മോൾക്ക് ഈ ആന്റി വാക്ക് തരുമെന്ന് പറഞ്ഞിട്ട് കനക കോള് വെക്കണം. കനകയ്ക്ക് ആകെപ്പാടെ സമനില തെറ്റുന്ന പോലെ ആയിപ്പോയി. ഒരു സമാധാനമില്ലാത്ത അവസ്ഥ. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അടുത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പിന്നീട് കനക വിളിക്കുന്ന ഗോവിന്ദനെ വിളിക്കുവാണ്. ഗോവിന്ദനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ സമയം നന്ദു എന്ത് ചെയ്യാണ്? വീട്ടിലേക്ക് വന്ന് കയറുവാണ്. ആകെപ്പാടെ തകർന്ന മനസ്സോടുകൂടിയാണ് വരുന്നത്. അപ്പൊ ഗോവിന്ദൻ ഇങ്ങനെ നന്ദുവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് സിറ്റോട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ നന്ദു വന്ന് കയറിയപ്പോൾ ഗോവിന്ദൻ ചോദിച്ചു, അല്ല നീ എങ്ങോട്ട് പോയതാ രാവിലെ? ഞാൻ നടക്കാൻ പോയതാ അച്ഛാ. നടക്കാൻ തന്നെയാണോ പോയത്? അല്ല അച്ഛാ, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അല്ല, ഏത് ഫ്രണ്ട്സാ നിന്നോടൊപ്പം ഉണ്ടായിരുന്നേ? അല്ല, അത് പിന്നെ ഞാൻ വേണ്ട, നീ പറയാൻ ബുദ്ധിമുട്ടുണ്ട. എനിക്ക് മനസ്സിലായി, നീ അനിയോടൊപ്പം ചുറ്റിത്തിരിയാൻ പോയതല്ലേ. നിന്നോട് എത്ര വട്ടം പറഞ്ഞു നന്ദു അവനെ കാണില്ല, അവനോട് മിണ്ടരുതെന്നൊക്കെ. അല്ല അച്ഛാ, അത് അപ്രതീക്ഷിതമായിട്ട് കണ്ടതാ. അത് അനിയെ കാണണമെന്ന് വെച്ച് പോയതില്ല. നടക്കാൻ ഇറങ്ങിയപ്പോ അങ്ങനെ കണ്ടാ. അങ്കേ നിനക്ക് ഒഴിഞ്ഞു മാറാൻ മേലായിരുന്നോ? അവനെ കണ്ടു കഴിഞ്ഞപ്പോ നിനക്ക് മാറാൻ മേലായിരുന്നോ? നീ എന്തിനാ അവന്റെ മുന്നിലേക്ക് ചെന്ന് നിന്നു കൊടുത്തേ? അല്ലച്ച, അങ്ങനെ ചെയ്യുന്ന മോശമല്ലേ? നമ്മൾ ഒരാളെ കണ്ടു കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് അവിടെ നിന്ന് ഓടി ഒളിക്കുന്ന മോശമല്ലേ? ഒരു മോശമില്ല. കാരണം അനിയുടെ മനസ്സ് നിനക്കറിയാം, നിന്റെ മനസ്സ് അവനും അറിയാം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും അടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കത്തുള്ളൂ. അതുകൊണ്ടായി അച്ഛൻ പറയണേ. മോളെ, നിനക്കറിയാലോ നിന്റെ രണ്ട് ചേച്ചിമാരുടെ അവസ്ഥ എന്താന്നുള്ളേ. അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും അങ്ങനെ ഒന്നുകൂടെ ഉണ്ടായിക്കൂടാ. ഇപ്പൊ തന്നെ നിന്റെ അമ്മയ്ക്കാണല്ലോ എനിക്കാണല്ലോ ആർക്കെങ്കിലും ആ വീട്ടിലേക്ക് ഒന്ന് കയറി ചെല്ലണമെങ്കിൽ തന്നെ അവരുടെ അനുമതിയൊക്കെ വേണം. പക്ഷെങ്കിൽ നിന്നെ ഒരു നല്ല വീട്ടിലേക്ക് കെട്ടിച്ചു വിടുന്നെങ്കിൽ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരു വീട്ടിലേക്ക് കെട്ടിച്ചു വിടുന്ന ആ ഒരു ബുദ്ധിമുട്ട് വേണ്ട. എപ്പം വേണമെങ്കിലും മോളെ കാണാനായിട്ട് വരുവൊക്കെ ചെയ്യാം. പക്ഷെ ഇതങ്ങനെയല്ല. അതുകൊണ്ടാ പറഞ്ഞ, മോളെങ്കിലും നല്ലൊരു വീട്ടിലേക്ക്, നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു വീട്ടിലേക്ക് കെട്ടിച്ചു വിടണമെന്ന് അച്ഛനും അമ്മയ്ക്കും നല്ല ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിന് തടസ്സം നിൽക്കരുത് മോളെ എന്ന് പറയാം. അച്ഛൻ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും കണ്ടേ. പക്ഷെ കാണുന്നവർക്ക് അങ്ങനെയല്ല തോന്നുന്നേ, വേറെ രീതിക്കായിരിക്കും തോന്നുന്നേ. പെട്ടെന്ന് ചോദിച്ചു, അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ ആരാ പറഞ്ഞത്? ഞാനും അനിയും തമ്മിൽ കണ്ടെന്നുള്ള കാര്യം. നിങ്ങളെ പോകുന്ന വഴിക്ക് എപ്പോഴും കണ്ടുപോലെ രണ്ട് കണ്ണുകൾ നിങ്ങളെ ചുറ്റിത്തിരിയുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കില്ല, പക്ഷെ അവരറിയുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാ പറഞ്ഞേ, ഒരു കാരണവശാലും നന്ദുവിന്റെ അനിയുടെ കല്യാണം മുടങ്ങിക്കൂടാ. ഒരു പാവൻ പെൺകുട്ടി അനാമിക, അവളുടെ ജീവിതം തകർക്കരുത്. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന്, അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്. അനന്തപുരിയിലുള്ളവർ ഒരു കാരണവശാലും ഈ വിവാഹത്തിന് സമ്മതിക്കത്തില്ല. നിന്റെ രണ്ട് ചേച്ചിമാരും പിന്നെ വീട്ടിൽ വന്ന് നിൽക്കും. പോരാത്തിനിപ്പം നവ്യ പ്രഗ്നന്റും കൂടെയാ. കാര്യങ്ങളൊക്കെ അറിയാലോ. ഞാൻ വിസ്തീരിച്ച് തരണ്ടല്ലോ. നിന്റെ കൺമുന്നിൽ തന്നെ അവരുടെ ജീവിതം ഉള്ളതല്ലേ. പിന്നെ എന്തിനാ നന്ദു ഇനി ഒരു പ്രശ്നം കൂടെ നീയായിട്ടുണ്ടാക്കണേ? അതുകൊണ്ട് വേണ്ട നന്ദൂട്ടാ, ഇനി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നീ പോയി ചാടണ്ട. പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞ് ഗോവിന്ദനും കൂടി കയറിപ്പോവാണ്. ആകെപ്പാടെ തകർന്ന മനസ്സോടെ നന്ദു ഇരിക്കുവാണ്. പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നേരെ അടുക്കളയിലേക്ക് പോയി ഒരു തണുത്ത വെള്ളമൊക്കെ എടുക്കാൻ നിർത്തി ചെല്ലുമ്പോഴാണ് അനിയ അവിടെ വെച്ച് കനകേനെ കാണുന്നത്. അപ്പൊ കനക അടുക്കളയിലെ ഒരു ജോലികളൊക്കെ ചെയ്തോണ്ടിരിക്കുമായിരുന്നു. അനിയെ കണ്ടപ്പോഴേ വന്ന് പറഞ്ഞു, മോനെ ഞാനൊന്ന് കാണാൻ വേണ്ടി നിൽക്കുമായിരുന്നു. എന്താ ആന്റി, എന്താ കാര്യം എന്താ? അതെ, മോൻ ഇനി നന്ദൂട്ടനെ കാണില്ലെന്ന് പറയണേ. അതെന്താ ആന്റി അങ്ങനെ പറഞ്ഞു? അത് ശരിയാവത്തില്ല. അല്ല, എന്തേലും കാരണമുണ്ടോ? മോന്റെ കല്യാണം ഒന്നും നടക്കാൻ പോയില്ലേ? ഇനി ഇപ്പൊ നന്ദുവായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട് അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കാൻ പറയാം. ആന്റി എന്ത് വർത്താനാ പറയണേ? കല്യാണം ഒന്നോർത്തോണ്ട് എനിക്ക് എന്റെ ഫ്രണ്ട്സിനെയൊക്കെ തള്ളിക്കളയാൻ പറ്റുമോ? അതൊക്കെ ഇല്ലായിരിക്കും. പക്ഷെ നന്ദൂട്ടനെ അങ്ങ് വെറുതെ ഇട്ടേ. പാവം മോനറിയാലോ ഈ വീട്ടിൽ എന്റെ ബാക്കി രണ്ട് മക്കളുടെ അവസ്ഥ എന്താന്ന്. എനിക്ക് ഈ വീട്ടിൽ വരാനോ ഒന്നും സാധിക്കുന്ന പോലുമില്ല. വല്ലാത്ത ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് വലിയ വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ചു വിടണമെന്ന് മക്കളെ. പക്ഷേ എങ്കില് ഇപ്പൊ എന്റെ അവസ്ഥ എന്താണെന്നറിയോ? എനിക്ക് ഈ വീട്ടിൽ നേരാമണം ഒന്ന് കയറി വരാൻ പറ്റുന്നില്ല.
ഇപ്പൊ നവ്യ പ്രഗ്നന്റ് ആയതുകൊണ്ട് മാത്രം എനിക്ക് ഇവിടെ വരാനും എൻ്റെ മക്കളെ ഒന്ന് കാണാനും ഒക്കെ സാധിച്ചത്. അല്ലായിരുന്നെങ്കിൽ എനിക്കും കൂടി വരാൻ പറ്റുമോ? അതുകൊണ്ടൊക്കെയാ പറഞ്ഞേ. ഇനി ഈ അവസ്ഥ എൻ്റെ നന്ദൂട്ടനും ഉണ്ടാവരുത്. എനിക്ക് നന്ദൂട്ടനെ കെട്ടിച്ചു വിട്ട് ആ വീട്ടിൽ എപ്പോൾ വേണം കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥിതി ആയിരിക്കണം. അതെന്റെ ഗോവിന്ദയുടെ മനസ്സിലെ ആഗ്രഹം. ആ ആഗ്രഹം അനിയായിട്ട് കളയരുതെന്ന് പറയാം. അതിന് ആന്റി ഞാനിവിടെ ഒന്നും ചെയ്തില്ലല്ലോ. അനി ചെയ്തില്ലായിരിക്കാം. പക്ഷെ അനാമിക ഒരു പാവം പെൺകുട്ടിയാ. അവളുടെ മനസ്സിൽ ഒത്തിരി പ്രതീക്ഷകളൊക്കെ ഉണ്ട്. ആ പ്രതീക്ഷകൾ അനിയായിട്ട് തല്ലിക്കിടത്തരുത്. ആന്റി എന്തൊക്കെയാ പറയണേ എന്ന് പറയാ. പെട്ടെന്ന് കാരണം പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പം മോന് മനസ്സിലാവില്ലായിരിക്കാം, പക്ഷെ പിന്നീട് ഒരിക്കലും മോന് മനസ്സിലാവെന്ന് പറയാം. ആന്റി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും കല്യാണം കഴിഞ്ഞാൽ ഞാൻ നന്ദുവായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉപേക്ഷിക്കാൻ പോകുന്നില്ലെന്ന് പറയാണ്. പെട്ടെന്ന് കന പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ മോളെ മിക്കവാറും പിടിച്ച് കെട്ടിയിടേണ്ട വരും ഇനി അനിയായിട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് പറഞ്ഞിട്ട് കനിക അങ്ങോട്ട് പോവാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല. പിന്നീട് നന്ദു ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് അനി കോള് വിളിക്കുന്നത്. അനി കോള് വിളിച്ചിട്ടൊന്നും നന്ദു എടുത്തില്ല. ഇനിയിപ്പോൾ എടുക്കണ്ട, ഇനി എടുത്തിട്ടുണ്ട് പിന്നെ വലിയ പ്രശ്നമാവും. അച്ഛനും അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും പ്രശ്നമാവും. ഒരുപക്ഷെ ഇത് അനാമികയാണോ പറഞ്ഞതെന്ന് പോലും അറിയത്തില്ല. അപ്പൊ കനകയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അനി ഇത് അനാമികയാണോ പറഞ്ഞതെന്നുള്ള കാര്യം. പക്ഷെ കനക അതിന് വ്യക്തമായിട്ട് മറുപടി കൊടുത്തില്ലായിരുന്നു. ആര് പറഞ്ഞാണെങ്കിൽ എന്നാ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ലെന്ന് ചോദിച്ചേ. എനിക്കും കാര്യങ്ങൾ മനസ്സിലായിരുന്നു അനാമിക ഇത് പറഞ്ഞെന്നുള്ള കാര്യം. പിന്നീട് അനി വിളിച്ചു കഴിഞ്ഞിട്ട് നന്ദു കോൾ എടുക്കാനപ്പം എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അനി പെട്ടെന്നൊരു വോയിസ് മെസ്സേജ് ഒക്കെ, നന്ദു നീ കോൾ എടുക്കെന്ന് പറയാണ്. ആ കോള് കിട്ടിക്കഴിഞ്ഞിട്ട് അത് കണ്ടു കഴിഞ്ഞപ്പം നന്ദു തിരിച്ചൊരു മെസ്സേജ് അയച്ചു, ഇനി എന്നെ വിളിക്കരുത്, എന്നെ വിളിച്ച് ശല്യം ചെയ്യലെന്നും പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് വല്ലാത്ത വിഷമായി. അവൾ മനഃപൂർവ്വം തന്നെ ഒഴിവായിക്കൊണ്ടിരിക്കുക. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ദേവേന ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് തുണച്ചാരി നിൽക്കുന്ന സമയത്താണ് കനക വീണ്ടും അങ്ങോട്ട് വരുന്നത്. കനകനെ കണ്ടു കഴിഞ്ഞപ്പോൾ ദേവേനിച്ച്, എന്താ നീ വീണ്ടും വന്നേ? മുമ്പേ ഒന്ന് വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയതുള്ളൂ, വീണ്ടും എന്തിനാ വന്നേന്ന് ചോദിക്കണം. അല്ലാതെ എനിക്ക് വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. വലിയ വലിയ വീട്ടിലേക്കൊക്കെ കെട്ടിച്ചയക്കണമെന്നായിരുന്നു എൻ്റെ മക്കളെ. കെട്ടിച്ചയക്കണമെന്ന് എനിക്ക് വലിയ മോഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയുള്ള മോഹമൊന്നുമില്ല. എനിക്ക് മനസ്സിലായി, വലിയ വലിയ വീട്ടുകളിൽ കെട്ടിച്ചയക്കുന്നതിലല്ല, അവരുടെ മനസ്സിൽ എത്രമാത്രം സന്തോഷമുള്ള വീടുകളിലേക്ക് അയക്കുന്നതിലാണ് അവരുടെ ജീവിതം നല്ലതാവുള്ളൂ. അല്ലാതെ കുറെ പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന്. അല്ല, ഇതൊക്കെ നീ എന്തിനാ ഇപ്പൊ വന്ന് പറയുന്നത്? മുമ്പ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചാണല്ലോ. അതെ, ആദർശിന്റെ അമ്മയ്ക്കറിയാവോ, എൻ്റെ മകൾക്ക് അധികം സ്വപ്നങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ സ്വപ്നങ്ങളൊക്കെ ഉള്ളൂ. അവൾക്ക് ഒരു കുഞ്ഞിനെ വേണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം കാണുമായിരിക്കുമല്ലോ. ആഹാ, അപ്പൊ നിങ്ങളുടെ മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടല്ലേ? അതുകൊണ്ടായിരിക്കും ഇത്ര നാൾ പ്രഗ്നന്റ് ആവാതിരിക്കുന്നേ. അതുകൊണ്ടൊന്നുമല്ല എൻ്റെ മോള് പ്രഗ്നന്റ് ആകത്തെ. ഇതുവരെയായിട്ടും ആദർശം അവളും തമ്മിൽ ഒരു കുടുംബജീവിതം നയിച്ചിട്ടില്ലെന്ന് പറയാം. അല്ല, അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതൊക്കെ അറിയണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ ബെഡ്റൂമിന്റെ അതിലൂടെയൊക്കെ ഒന്ന് പോയി നോക്കണം. അവൻ്റെ നിന്നെപ്പോലെ അത്ര തരംതാന സ്ത്രീയൊന്നും അല്ല ഞാൻ. മകനോ അല്ലെങ്കിൽ അവരൊക്കെ താമസിക്കുന്ന റൂമിന് വെളിയിൽ പോയി അവിടെ മുറിക്കകത്ത് നടക്കുന്ന എന്താന്ന് കേട്ടോണ്ട് നിൽക്കാനായിട്ട് അത്ര തരം താഴ്ന്നോളല്ല ഞാനെന്ന് പറയാം. അതെ ദേവേനി, ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അവരുടെ മുറിക്കകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പം അരുതാത്ത പലതും സംഭവിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നല്ലോ ആയിരിക്കില്ല. അങ്ങനെ പോയി നിന്നാൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് കേൾക്കാനും കാണാനൊക്കെ പറ്റുള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ നയനമോളെ വേണ്ടെങ്കിൽ എനിക്കിങ്ങ് തന്നേരം, ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് പൊക്കോളാം. ഇവിടെ ഒരു വേലക്കാരിയായിട്ട് അവളെ എത്ര കാലം എന്നൊക്കെ വെച്ചാൽ കഴിയുന്നേ. അവളൊരു സ്ത്രീയാണ്, മരുമോളായിട്ട് കണ്ട ഒരു സ്ത്രീ എന്ന പരിഗണന കൊടുത്തുകൂടെ? ഇപ്പൊ ദേവേനിക്കറിയാലോ, ദേവേനി ഒരു മകനെ പ്രസവിച്ച. ഓ, അങ്ങനെയാണെങ്കിൽ കനയ്ക്കുണ്ടായാലോ 3 പെൺകുട്ടികൾ. ശരി തന്നെയാ, 3 പേരെ പെറ്റി വളർത്തിയാണ് ഞാനും. എനിക്കറിയാം. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും അറിയത്തില്ലാത്തൊരു കാര്യമുണ്ട്. കാരണം ഇത്രയും കാലമായിട്ടും അമ്മയാവാനായിട്ട് സാധിക്കാത്ത ഒരു സ്ത്രീയുടെ വിഷമം എന്താന്ന് എൻ്റെ മോളിപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കണം. ഇത്രയും കാലമായില്ലേ, ഇതുവരെയായിട്ട് അവൾക്കൊരു അമ്മയാൻ പറ്റിയിട്ടില്ല. പെട്ടെന്ന് ദേവേനെ പറഞ്ഞു, ഇതാ ഞാൻ പറഞ്ഞ് അവളെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിപ്പിക്കണമെന്ന്. ഡോക്ടറെ അടുത്തൊന്നും പോയിട്ട് കാര്യമില്ല, അതിനെ മരുമോൾ സമ്മതിക്കണം. ആദ്യം ആദർശും അവളുമായിട്ട് നല്ലൊരു ജീവിതം നയിക്കണം. അവരൊരു കുടുംബജീവിതത്തിലേക്ക് ഇതുവരെയായിട്ടും വന്നിട്ടില്ല ദേവേനി. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് മകനെ വിളിച്ചൊന്ന് ഉപദേശിക്കുന്ന നല്ലതായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ദേവേനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ദേവേന, ഓഹോ, അപ്പൊ നീ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുവാണെന്ന് ചോദിക്കുക. ഉപദേശിക്കാൻ വന്നതല്ല, കാര്യം പറഞ്ഞ. ഇനിയിപ്പം ആദർശന് ഒരു കുടുംബജീവിതം അവൾക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ, ദേവേനയോ മുത്തശ്ശനെയോ ഒന്നും പറഞ്ഞ് സമ്മതിപ്പിക്കുക. ഞാൻ എൻ്റെ മോളെയും കൊണ്ട് അങ്ങോട്ട് പോയേക്കാന്ന് പറയാം. നീ ബ്ലാക്ക് മെയിൽ ചെയ്യുവാണോ? ബ്ലാക്ക് മെയിൽ ചെയ്തല്ല, ഉള്ള കാര്യം പറഞ്ഞ. ഇത്രയും കാലം
ഞാനും എൻ്റെ മക്കളും സഹിച്ചുകൊണ്ടിരുന്ന എന്താണെന്നറിയോ, ആ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി മാത്രമാണ്. പക്ഷെ ഇനി എനിക്കത് നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മോളുടെ ജീവിതം എനിക്ക് വലുതെന്ന് പറഞ്ഞിട്ട് കനക അങ്ങോട്ട് പോകുമ്പോൾ ദേവേനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് എന്ത് ചെയ്യണം എന്നോർത്ത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.